ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. അഹം അദ്യ പതഞ്ജലി മഹർഷിണാ വിരചിത യോഗസൂത്രഗ്രന്ഥസ്യ സമാധിപാദാന്തർഗതം യോഗസ്വരൂപമേവ വാക്യാർത്ഥതയാ വക്തും ഇച്ഛാമി. അഥ യോഗാനുശാസനമിതി പ്രഥമസൂത്രേണ യോഗശാസ്ത്രസ്യ ആരംഭണീയത്വം ഉക്ത്വാ ദ്വിതീയസൂത്രേണ യോഗഃ ചിത്തവൃത്തിനിരോധഃ ഇതി ദ്വിതീയസൂത്രേണ യോഗസ്വരൂപമുച്യത്തെ. ചിത്തവൃത്തിനിരോധഃ യോഗഃ ഇതി ചിത്തസ്യ നിർമ്മലസത്വപരിണാമരൂപസ്യ യാ വൃത്തേഃ അംഗാംഗിഭാവപരിണാമരൂപാः താസാം നിരോധഃ ബഹിർമുഖ പരിണതിവിച്ഛേദാത് അന്തർമുഖതയാ പ്രതിലോമപരിണാമേന സ്വകാരണേ ലയഃ യോഗഃ ഇത്യുച്യത്തെ. സ ച നിരോധഃ സർവാസാം ഭൂമീനാം സർവപ്രാണിനാം ധർമ്മഃ കദാചിത് കസ്യാഞ്ചിത് ഭൂമൗ ആവിർഭവതി. താഃ ചിത്തഭൂമയഃ ക്ഷിപ്തം മൂഢം വിക്ഷിപ്തം ഏകാഗ്രം നിരുദ്ധമിതി ചിത്തസ്യ ഭൂമയഃ ചിത്തസ്യ അവസ്ഥാവിശേഷാः. തത്ര ക്ഷിപ്തം രജസഃ ഉദ്രേകാത് അസ്ഥിരം ബഹിർമുഖതയാ കൽപ്പിതേഷു സുഖദുഃഖാദിവിഷയേഷു വ്യവഹിതേഷു സന്നിഹിതേഷു വാ രജസാ പ്രേരിതം. മൂഢം തു തമസഃ ഉദ്രേകാത് കൃത്യാകൃത്യവിഭാഗമന്തരേണ ക്രോധാദിഭിः വിരുദ്ധകൃത്യേഷേവ നിയമിതം. വിക്ഷിപ്തം തു സത്വോദ്രേകാത് പരിശിഷ്ടേന ദുഃഖസാധനം പരിഹൃത്യ സുഖസാധനേഷു ശബ്ദാദിഷു പ്രവർത്തനം. ഏതദുക്തം ഭവതി രജസാ പ്രവൃത്തിരൂപം തമസാ പരാപകാരനിയതം സത്വേന സുഖമയം ചിത്തം ഭവതി. ഏതാः തിസ്രः ചിത്താവസ്ഥാः ന സമാധാ ഉപയോഗിന്യः. ഏകാഗ്രനിരുദ്ധരൂപേ ദ്വേ ചിത്തകോമി സത്വോത്കർഷാത് യഥോത്തരമവസ്ഥിതത്വാച്ച സമാധാ ഉപയോഗിന്യോ. ഏകാഗ്രേ ബഹിർവൃത്തിനിരോധഃ നിരുദ്ധേ ച സർവാസാം ഭൂമീനാം തത്സംസ്കാരാണാം ച പ്രവിലയഃ ഇതി അനയോരേവ ഭൂമ്യോഃ യോഗസ്യ സംഭവഃ. ഇദാനീം സൂത്രകാരः ചിത്തപദ ചിത്തവൃത്തി നിരോധപദാനി വ്യാഖ്യാതുകാമः. പ്രഥമം ചിത്തപദം നിരൂപ്യത്തെ തഥാ ദ്രഷ്ടുഃ സ്വരൂപേ അവസ്ഥാനം ഇതി. തഥാ തസ്മിन् കാലേ നിരോധാവസ്ഥായാം ദ്രഷ്ടുഃ പുരുഷസ്യ സ്വരൂപേ ചിന്മാത്രതായാം അവസ്ഥാനം സ്ഥിതിഃ ഭവതി. അയമർത്ഥഃ ഉത്പന്നവിവേകഖ്യാതേः പുരുഷസ്യ ചിത്സംക്രമാഭാവാത് കർത്തൃത്വാഭിമാനനിവൃത്തൗ പ്രോന്മുക്തപരിണാമായാം ബുദ്ധൗ ആത്മനഃ സ്വരൂപേണ അവസ്ഥാനം സ്ഥിതിഃ ഭവതി. വൃത്യസാരൂപ്യമിതരത്ര ഇതരത്ര അർത്ഥാത് യോഗാത് അന്യസ്മിൻ കാലേ വൃത്തേഃ താഭിः സാരൂപ്യം തദ്രൂപ്യം. യാദൃശ്യോ വൃത്തേഃ സുഖദുഃഖമോഹാത്മികാः പ്രാദുർഭവന്തി താദൃഗ്രൂപ ഏവ സംവേദ്യത്തെ വ്യവഹർത്തുഭിः പുരുഷः ഇതി. ഇദാനീം വൃത്തിപദം വ്യാഖ്യാതുമാഹ. വൃത്തേഃ പഞ്ചതയ്യ ക്ലിഷ്ടാ ക്ലിഷ്ടാ ഇതി. വൃത്തേഃ ചിത്തപരിണാമവിശേഷാः ഇത്യർത്ഥः. വൃത്തിസമുദായലക്ഷണസ്യ അവയവിനഃ യാ അവയവഭൂതാ വൃത്തേഃ തദപേക്ഷയാ തയപ്രത്യയഃ. वृत्तयः पञ्चतयः कीदृश्यः क्लिष्टाः अक्लिष्टाः
क्लेशैः आक्रान्ताः क्लिष्टाः तद्विपरीताः अक्लिष्टाः इति। ताः वृत्तेः प्रमाण विपर्य विकल्प निद्रा स्मृतेः। तत्र प्रमाणं तावत् अविसंवादिज्ञानं तत्करणं प्रमाणं। प्रमाणं त्रिविधं: प्रत्यक्ष, अनुमान, आगम, वेदात्। प्रत्यक्षं तावत् इन्द्रियद्वारेण बाह्यवस्तूपरागात् चित्तस्य तद्विषयसामान्यविशेषात्मनो अर्थस्य विशेषावधारणप्रधाना वृत्तिः प्रत्यक्षम्। गृहीतसम्बन्धात् लिङ्गात् लिङ्गिनि सामान्य अध्यवसायः अनुमानम्, आप्तवचनम् आगमः इति। एवं प्रमाणं निरूप्य द्वितीया वृत्तिः निरूप्यते विपर्ययः। मिथ्याज्ञानम् अदत्रूपप्रतिष्ठं विपर्ययः। अदथाभूते अर्थे तथा उत्पद्यमानं ज्ञानं विपर्ययः इति। अदत्रूपप्रतिष्ठमिति यथा शुक्तिकायां रजतज्ञानम्। अदत्रूपप्रतिष्ठमिति तस्य अर्थस्य यत् पारमार्थिकं रूपं न तद्भासयति इत्यर्थः। तृतीया वृत्तिः निरूप्यते विकल्पः। शब्दज्ञानानुपाती वस्तुशून्यः विकल्पः इति। शब्दजनितं ज्ञानं शब्दज्ञानं तदनुपदितं शीलं यस्य सः शब्दज्ञानानुपादी। वस्तुनः तथात्वमनपेक्षमाणः यः अध्यवसायः सः विकल्पः इत्युच्यते। यथा पुरुषस्य चैतन्यं स्वरूपमिति। अत्र देवदत्तस्य कम्बलैः शब्दजनिते ज्ञाने षष्ट्या यो अध्यवसितः भेदः तमिह अविद्यमानमपि समारोप्य प्रवर्तते अध्यवसायः। वस्तुतस्तु चैतन्यमेव पुरुषः। निद्रां व्याख्यातुमाह अभावप्रत्ययालम्बना वृत्तिः निद्रा इति। अभावप्रत्ययः आलम्बनं यस्याः सा निद्रा। या सन्ततम् उद्रिक्तत्वात् तमसः समस्तविषयपरित्यागेन प्रवर्तते वृत्तिः सा निद्रा। तस्याश्च सुखमहमस्वाप्सम् इति स्मृतिदर्शनात् स्मृतेश्च अनुभवव्यतिरेकेन अनुपपत्तेः वृत्तित्वम्। चतुर्था वृत्तिः अनुभूतविषय असम्प्रमोषः स्मृतिः। प्रमाणेन अनुभूतस्य विषयस्य यो अयम् असम्प्रमोषः संस्कारद्वारेण बुद्धौ उपारोहः इति सा स्मृतिः। एवं प्रमाण विपर्य विकल्प निद्रा स्मृतिरूप पञ्चवृत्तयः निरूप्य निरोधपदं व्याख्यायते अभ्यासवैराग्याभ्यां तन्निरोधः इति। अभ्यासवैराग्याभ्यां प्रकाशप्रवृत्तिनियमरूपाणां चित्तवृत्तीनां यत् प्रतिहननं स निरोधः इति। तत्र अभ्यासस्तावत् तत्र स्थितौ यत्नः अभ्यासः इति। वृत्तिरहितस्य चित्तस्य स्वरूपनिष्ठः परिणामः स्थितिः। तस्यां यत्नः उत्साहः पुनः पुनः तथात्वेन चेतसि निवेशनम् अभ्यासः इति उच्यते। सदु दीर्घकालादरनैरन्तर्यसत्कारासेवितः दृढपूर्णिः। बहुकालनैरन्तर्येण आदरातिशयेन च सेव्यमानः दृढभूमिः स्थिरो भवति ताध्याय प्रभवति इत्यर्थः। अभ्यासं निरूप्य वैराग्यलक्षणमाह दृष्टानुश्रविकविषयवितृष्णस्य वशीकारसंज्ञा वैराग्यविधि। दृष्टः इहैव उपलभ्यमानः शब्दादिः। आनुश्रविकः अनुश्रूयते गुरुमुखादित्यनुश्रवः वेदः तदा आगतः आनुश्रविकः। तयोः द्वयोरपि विषयोः
പരിണാമവിരസത്വദർശനാത് വിഗതഗർഭസ്യ യാ വശീകാരസജ്ഞാ മമ ഏതേ വശ്യാഃ നാഹം ഏതേഷാം വശ്യഃ ഇതി യോ അയം വിമർശഃ സഹ തത് വൈരാഗ്യമുച്യത്തെ. ഏവം അഭ്യാസവൈരാഗ്യാഭ്യാം ചിത്തവൃത്തിനിരോധഃ ഇത്യുക്ത്വാ അഹം വിരമാമി. ധന്യവാദः.